ശശിധരൻ കർത്തയുടെ മൊഴി പുറത്തു വന്നതിൽ മാധ്യമങ്ങൾക്കെതിരെ പിണറായി വിജയൻ. മാധ്യമങ്ങളിൽ വന്നു എന്നതുകൊണ്ട് ശരിയാകുമോ എന്ന് ചോദ്യം. എല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടി. ആ സൃഷ്ടി എത്ര കാലമായി തുടരുന്നുവെന്നും പിണറായി വിജയൻ. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനി മകളുടെ പേരിലുണ്ടോ എന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിന് കമല ഇന്റർനാഷണൽ വിട്ടോ എന്ന് പിണറായി വിജയന്റെ മറുപടി. അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ എന്ന്. നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം. നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൃഷ്ടിക്കുന്നതിന് വല്ല ഫലവും ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ച് നാൾ നോക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. ഞാനിപ്പം നിങ്ങളെ മുമ്പിൽ വേറെ മറ്റൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. അത് നല്ല ശ്രമങ്ങൾ നടത്തി നോക്ക്. ഇങ്ങനെ കുറച്ച് സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. കമല ഇന്റർനാഷണൽ വിട്ടോ? അല്ല, കമല ഇന്റർനാഷണൽ വിട്ടോ? കമല ഇന്റർനാഷണൽ വിട്ടോന്നു എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നാണല്ലോ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അഥവാ വരട്ടെ എന്നെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, എന്തായാലും ഈ ED കണ്ടെത്തലുകളെയാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ എന്ന് മാത്രം പറഞ്ഞ് ഒഴിയുകയാണ്. അതിനെ ആ രീതിയിൽ തന്നെ പ്രതിരോധിക്കുകയല്ലേ പ്രതിപക്ഷ നേതാവ്? സ്വാതി, ആ രീതിയിലുള്ളൊരു പ്രതിരോധമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ശശിധരൻ കർത്തയുടെ മൊഴി അത് പൂർണ്ണമായും തള്ളുന്ന നില മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തകൾ അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്നുള്ളതാണ് മറുപടി. ഇങ്ങനെയൊരു ശശിധരൻ കർത്തയുടെ മൊഴി ഈ പിണറായിയുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണ് ഈ കരാർ നൽകിയതെന്നുൾപ്പെടെയുള്ള മൊഴികൾ സംബന്ധിച്ചുള്ളതായിരുന്നു ചോദ്യം. ആ മൊഴി എവിടെയാണ് വന്നത് എന്നുള്ളതാണ് ആദ്യം പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. മാധ്യമങ്ങളിലൂടെയാണ് ആ വാർത്ത വന്നത് എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് അതെല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് അദ്ദേഹം പറയുന്നത്. മാധ്യമങ്ങളിൽ വന്നു എന്നതുകൊണ്ട് അത് ശരിയാകുമോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. അങ്ങനെ ഒരു രേഖയുണ്ടെങ്കിൽ അത് കാണിക്കട്ടെ എന്ന് പറയുന്നു. എല്ലാം നിങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് പറയുന്നു. ഇങ്ങനെ എത്ര കാലമായി ഓരോ സൃഷ്ടികൾ നിങ്ങൾ നടത്തുന്നു എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത്. ആ സൃഷ്ടി കൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ എന്നുള്ള ചോദ്യവുമുണ്ട്. അങ്ങനെയുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊള്ളൂ എന്നുള്ളതാണ് മാധ്യമങ്ങളോട് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതിനിടയ്ക്കാണ് വീണയുടെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നത്. അങ്ങനെ ഒരു കമ്പനി മകളുടെ പേരിലുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് നിങ്ങൾ കമല ഇന്റർനാഷണൽ വിട്ടോ എന്നുള്ള മറു ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. മുൻപ് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്, ഇനി അതിലേക്ക്.